നിങ്ങളുടെ പേരും നിങ്ങളുടെ ചാനലും ഒന്നും ആദ്യം പറയാം. ഹായ്, എൻ്റെ പേര് അനന്തു. വി ആർ കമ്മിങ് ഫ്രോം സൗത്ത് സൈഡ് ട്രിവാൻഡ്രം. ഈ സൗത്തിഫൈക്ക് 2 ചാനലുണ്ടല്ലോ, സൗത്തിഫൈക്ക് ട്രിവാൻഡ്രം, സൗത്തിഫൈ കൊല്ലം. ഇതിന്റെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ്? ആദ്യം ട്രിവാൻഡ്രം ആണോ ഉണ്ടായത്, ആദ്യം കൊല്ലമാണോ ഉണ്ടായത്? എന്തുകൊണ്ട് നിങ്ങൾ കൊല്ലം ആദ്യം സ്റ്റാർട്ട് ചെയ്തു? അതൊരു റീജിയണൽ ഏരിയ കൊല്ലം. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഇപ്പൊ നിങ്ങളോട് ഏറ്റവും ബെസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാനെന്ന് വെച്ചാൽ കൊല്ലവും ട്രിവാൻഡ്രം കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്നത് എവിടെയാണ്? അങ്ങനെ ഞാൻ പറയൂല. താത്വികമായ അവലോകനം എന്ന് പറയില്ല. ഫുഡ് സെലക്റ്റീവാ. ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ആൾക്കാരുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചാണ്. ഞങ്ങൾക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊരു സ്ഥലത്തിന്റെ പേരിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഫുഡെല്ലാം സെലക്ട്. കൊല്ലത്തിന് ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് എന്തായിരിക്കും? കൊല്ലം ട്രിവാൻഡ്രം സൈഡത്തെ സദ്യ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഭയങ്കര റെസനേറ്റിംഗ് ആണ്. സദ്യ കഴിക്കുന്ന രീതിയും വിളമ്പുന്ന രീതിയും എല്ലാം ഭയങ്കര റെസനേറ്റിംഗ് ആണ്. ടേസ്റ്റും ഓൾമോസ്റ്റ് റെസനേറ്റിംഗ്. പിന്നെ കൊല്ലത്ത് മട്ടൻ വിഭവങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. ട്രിവാൻഡ്രത്തും ഉണ്ടല്ലോ മട്ടൻ്റെ. പിന്നെ പൊറോട്ട ബീഫ്. അത് അവിടെ നിന്ന് പൊറോട്ട ബീഫ്. ട്രിവാൻഡ്രത്ത് പൊറോട്ട ബീഫിൻ്റെ കുറേ കടകളുണ്ട്. പിന്നെ മട്ടൻ ബിരിയാണി. കമ്പാരിറ്റീവ് കാരണം സിറ്റി വലുതാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലായിടത്തും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? അല്ല, ഞങ്ങൾക്ക് ഒരു ടീമുണ്ട്. 20 മെമ്പേഴ്സ് ടീമുണ്ട്, ഇൻക്ലൂഡിംഗ് ആങ്കേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്. ഇത് ആദ്യം തുടങ്ങിയപ്പം ടീമായിട്ട് തുടങ്ങിയതാണോ? ഓരോരുത്തരെ ജോയിൻ ചെയ്യും? ഒറ്റയ്ക്ക് വഴി വീട്ടി വന്നതിന് ശേഷം ഇപ്പം ട്രിവാൻഡ്രം കൊല്ലം ഇനി അടുത്ത ജില്ലയിലോട്ട് പ്രവേശിക്കാൻ താല്പര്യമുണ്ട്. കൊച്ചി ഉടനെ തുടങ്ങും. ഈ ഇയർ തന്നെ തുടങ്ങും. ഫുൾ ടൈം നിങ്ങൾ ബ്ലോഗിംഗ് മാത്രമാണോ? ഞാൻ ഫുൾ ടൈം ആണ്. പുള്ളിക്കാരി എവിടെയായിട്ട്? ഞാനൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. റിമോട്ട് വർക്ക്. ബേസിക്കലി അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവാണ്. 2026 ഇലക്ഷൻ വരാൻ പോവാണ്. നിങ്ങളാണെങ്കിൽ കൊല്ലത്തും ട്രിവാൻഡ്രത്തും പ്രസൻസ് ഉള്ളൊരു ചാനലാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച്, ഫുഡ് ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അവർക്കൊരു ഇപ്പം ചിലവർ പറയും ഞങ്ങൾക്കൊരു അംഗീകാരം വേണം. അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ഒരു പ്രസ് ക്ലബിലുള്ള ഒരു സർട്ടിഫൈഡ് ദുബായിലൊക്കെ ഉള്ള ആൾ. സോ നിങ്ങളൊരു ബിഗ് ചേഞ്ച് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ആ ഗവൺമെന്റിനോട് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു ചേഞ്ച് എന്താ ഉദ്ദേശിക്കുന്നത്? സെൻസർഷിപ്പ് നല്ലോണം വേണം. പിന്നെ ബ്ലോഗേഴ്സിന് ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടി സർട്ടിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യമാണ്. പിന്നെ ഓൺലൈൻ പോകുന്ന കണ്ടന്റ് നല്ല സെൻസർഷിപ്പ് വേണം. ഇപ്പോൾ ഫേസ്ബുക്ക് മെറ്റ ചെയ്യുന്ന സെൻസർഷിപ്പ് ഒന്നും ഒരിക്കലും ഒരു ടാർഗറ്റഡ് സെൻസർഷിപ്പ് ഒന്നും അല്ല. അത് നമ്മുടെ സൈബർ ലോസിൽ തന്നെ അതിന് കറക്റ്റായിട്ട് സെൻസർഷിപ്പ് കൊണ്ടുവന്നാൽ നല്ല മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുട്ടികളിലേക്ക് എത്തുന്ന കോണ്ടന്റ് അപ്പോൾ നമ്മൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാത്ത കോണ്ടന്റ് കൊടുത്താലും അത് കുട്ടികളെ എത്തുന്നുണ്ട്. അതൊക്കെ സെൻസേർഡ് ആവണമെന്ന് എനിക്ക് തോന്നുന്നു. സെൻസർഷിപ്പ് മസ്റ്റായിട്ട് വേണം. പിന്നെ അതിപ്പോഴും മെറ്റേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ള കോണ്ടന്റ് മാത്രം കാണിക്കാൻ ശ്രമിക്കാൻ ഗവൺമെന്റ് സൈഡിൽ നിന്ന് മെറ്റയിലേക്കൊക്കെ പുഷ് ഉണ്ടെങ്കിൽ ഈ സോക്കോൾ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനത്തെ ഫീഡ്ബാക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെന്താ, ഈ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് പരിപാടി, ഇപ്പോൾ കേരളീയം അങ്ങനെയുള്ള പരിപാടികളിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഇൻവൈറ്റ്സ് വരാറുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് വേ ഓഫ് ഇൻവിറ്റേഷൻ വേണം. ഇത് ആരെ വിളിക്കുക ആരെ വിളിക്കില്ല എന്ന് ഗവൺമെന്റിനും അറിയില്ല. ബേസിക്കലി അതിനൊരു റൂൾസ് ഒന്നും ഇല്ല. ബിക്കോസ് ഇതൊരു പുതിയ സബ്ജക്റ്റ് അല്ലേ. ഇപ്പം നിങ്ങളുടെ മീഡിയ എന്നാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ഫോം മാർക്കറ്റിംഗ് സ്റ്റൈലോ. ഈ സോഷ്യൽ മീഡിയ ഒരു 5 ഇയേഴ്സിൽ ബൂമായി വന്നാൽ അത് ഗ്രാജുവലി വരുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു പൈനിയേഴ്സ് ആണ് നമ്മൾ. ഓരോ പുതിയതായിട്ടുള്ള റൂൾസ് കൊണ്ടുവരണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെസ്ട്രിക്ഷൻസ് ആവരുത്, എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ക്യൂറേറ്റഡ് റൂൾസ് വേണം. അത്ര റെസ്ട്രിക്ഷൻ ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. രാത്രി 10 ശേഷം ഇറങ്ങിക്കൂടാ, 10 കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരരുത്. പക്ഷെ ക്യൂറേറ്റഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തായാലും ഒരു സസ്റ്റൈനബിൾ സിസ്റ്റത്തിന് വേണ്ടുന്ന കാര്യം. ഈ പബ്ലിക്കായിട്ട് ജനങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്ന ഒരു കണ്ടന്റാണ്, അവർ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പോകുന്നു, ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നു, ഇങ്ങനെയുള്ളൊരു ബാഡ് കമൻസ് പറയാൻ എപ്പോഴും ജനങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്താ തിരിച്ചു പറയാൻ താല്പര്യം? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടുവിട്ട് പോയി ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങൾ റിയൽ കണ്ടന്റ്സ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ഇന്ത്യ പോലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺട്രിയിൽ ആർക്ക് വേണമെങ്കിലും ഒപ്പീനിയൻ പറയാം. അതൊരു കാര്യമുള്ള കാര്യമല്ല. ബിക്കോസ് കമന്റ് ബോക്സ് ഇസ് ഓൾവേസ് ഓപ്പൺ. ഈ കമന്റിൽ കുറേയൊക്കെ ശരിയായിരിക്കും, കുറേയൊക്കെ തെറ്റായിരിക്കും. ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നു എന്നുള്ളൊരു പരിപാടി അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു
എന്താ പറയുക, ആ കമന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാത്തതാണ് പ്രശ്നം. ആ കമന്റ് അപ്രീഷിയേറ്റ് ചെയ്യരുത് നമ്മൾ. കാരണം ഒന്നും ഫ്രീ അല്ല. നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് ചെയ്യുന്നു അല്ലേ? ഒരു കോമ്പൻസേഷൻ നിങ്ങൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്ന വെച്ചോ ആരാണെങ്കിലും. ഞാൻ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാറില്ല. ഞാൻ പൈസ വാങ്ങി ഫുഡ് കഴിച്ചിട്ട് വ്ളോഗ് ചെയ്യാറ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. ബിക്കോസ് എൻ്റെ ഫുൾ ടൈം പ്രൊഫഷൻ അതാണ്. അപ്പം ഞാനത് അത്രയും കമ്മിറ്റ്മെൻറ്റോടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾക്ക് സ്റ്റാഫ്സ് ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ ഒരു എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് പ്യുവർലി മാർക്കറ്റിംഗ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുന്ന പ്യുവർലി മാർക്കറ്റിംഗ് ആണ്. സ്റ്റിക്കിംഗ് ഓൺ ടു ദ വാല്യൂസ് ഓഫ് ദ ബ്രാൻഡ് ആസ് വെൽ ആസ് വാല്യൂസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. നമ്മളിപ്പോൾ ചെന്നൊരു വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ ഫുഡ് കൊള്ളില്ല എന്നാണെങ്കിൽ നമുക്കൊരു പോളിസി ഉണ്ട്. ഫുഡ് കൊള്ളില്ലെങ്കിൽ ആ വീഡിയോ ഇടില്ല. പക്ഷേ നമ്മൾ ആ വീഡിയോനെ പറ്റി അല്ലെങ്കിൽ ആ ഹോട്ടലിനെ പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ നമ്മൾ പറയും. പ്രൊവൈഡഡ് നമ്മൾ ജനറൽ കോണ്ടന്റ് എടുക്കാൻ പോകുകയാണെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ എടുക്കാൻ പോകുകയാണെങ്കിലും. ബിക്കോസ് ഒരാളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഉള്ള സ്ട്രഗിൾ നമ്മളെല്ലാവരും കാണുന്നത്. അതിന് പല പ്രോസസ്സിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഒറ്റ വീഡിയോ കൊണ്ട് ഒരു ബിസിനസ്സിനെ താർക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം പറ്റും. ഏതെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും? നിങ്ങളൊരു അടച്ചു പൂട്ടി പോകാൻ നടന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ഹോട്ടലിൽ പോയി നിങ്ങളൊരു വീഡിയോസ് ചെയ്തു, അത് റിവൈവ് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് വന്നു, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മൾ ചെറിയ സ്മോൾ സ്കെയിലിൽ ഒരു ചേട്ടൻ ചേച്ചി മാത്രം നടത്തുന്ന കോണ്ടന്റ്, ഒരു ചേട്ടൻ ചേച്ചി മാത്രം നടത്തുന്ന കടകളിൽ പോയി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വേറെ ആൾക്കാർ വന്ന് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ പോയി ചെയ്യുമല്ലോ. ഒരു ബേസിക്കലി എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്ത് തന്ന പരിപാടിയാണ്. എന്നിട്ട് അവർ വലിയ ഔട്ട്ലെറ്റിലേക്ക് മാറുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ കട്ടച്ചാക്കുഴിയൊക്കെ നിങ്ങൾക്കറിയാലോ, ആദ്യം എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയാണ് മാറുക. അതിന് കുറേ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോക്കോൾഡ് വ്ളോഗേഴ്സ് അതിന് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ട്. കാരണം ആൾക്കാർ സോഷ്യൽ മീഡിയ ആണല്ലോ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്നത്. 10 വർഷത്തിൽ നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പോലും അറിയില്ല. അടുത്ത പിള്ളേർ വെച്ചിട്ടായിരിക്കും എല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ആൾക്കാരുടെ സാക്ഷരത എന്താ? നമ്മുടെ പേരൻസിന് ഡിജിറ്റൽ ലിറ്ററസി ഇല്ലെന്ന് പറയും. നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ലിറ്ററസി ഇല്ലാത്തതായിരിക്കും. അങ്ങനെ ബുദ്ധിയില്ലാത്ത പിള്ളേരൊന്നുമല്ല. അവർക്ക് കറക്റ്റ് അറിയാം, നമ്മളെക്കാട്ട് കറക്റ്റ് അറിയാം എന്തെടുക്കണം എന്തെടുക്കേണ്ടത്. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കാണിക്കണം എന്നുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഒരു മീഡിയ എന്ത് കാണിക്കണമെന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ പ്രശ്നം. അത് സോഷ്യൽ മീഡിയ അത്രയും വന്നിട്ടില്ല, പക്ഷേ മീഡിയ നല്ലോണം കടന്നു കയറുന്നുണ്ട്. സോക്കോൾഡ് മാധ്യമപ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയ കടന്നു കയറുന്നുണ്ട്. ഓരോ ചാനലിനും ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അലൈൻമെൻറ്റ് ഉണ്ടാവും, ഓരോ ആദർശങ്ങളായിട്ട് അലൈൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാനൊരു കോമണർ ആണെങ്കിൽ ആ കോമണർ കാണേണ്ട ഇതേ ഉള്ളതെന്നാണ്. അത് നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. പുതിയതായിട്ട് വരുന്ന യൂട്യൂബ് ബ്ലോഗേഴ്സിനോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു എന്താണ് ഒരു അഡ്വൈസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഗിവ് ടു ദ ന്യൂ? സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മുടെ കയ്യിൽ ഇന്ന ഗാഡ്ജറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്ന മൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഒരു ക്രൂ ഉണ്ടെങ്കിൽ തുടങ്ങാവുന്നില്ല. സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുക. വാട്ട് എവർ യു ഹാവ് അത് വെച്ച് തുടങ്ങുക. ആൻഡ് ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ ഭയങ്കരമായിട്ട് വളരത്തേ ഉള്ളൂ. എല്ലാവരും പറയും സാച്ചുറേറ്റ്. അങ്ങനൊന്നും അല്ല. ഇപ്പോഴും നമ്മളൊരു 100 ബിസിനസ് എടുത്ത് നോക്കി അതിലൊരു 10 ബിസിനസ്സിനെ ഒരു പ്രോപ്പർ സോഷ്യൽ മീഡിയ ചാനലോ അല്ലെങ്കിൽ പേജോ അതിൽ കൂടെ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ. വേറെ എത്ര പേരുണ്ട്. സോ ഇപ്പോഴും ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. ട്രൈ ഔട്ട് ന്യൂ കണ്ടന്റ്സ്. ഓൾറെഡി ഉള്ള സാധനങ്ങളെ ഇൻസ്പയർഡ് ആയിട്ട് പുതിയ കണ്ടന്റ്സ് ട്രൈ ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.